യെരൂശലേം എത്തുമ്പോൾ അവിടെ ഒരു കുളമുണ്ട്, ബെഥാസ്ദ കുളം. അതിൻ്റെ ചുറ്റും രോഗികൾ കാത്തുകെട്ട് കിടന്നു. ബിക്കോസ് നൗ ആൻഡ് ദെൻ വല്ലപ്പോഴും ദൂതൻ ഇറങ്ങി അതിൻ്റെ വെള്ളത്തെ കലക്കും. വല്ലപ്പോഴും വെള്ളം കലങ്ങും. എങ്ങനെ? വല്ലപ്പോഴും 21 ഇരിക്കുമ്പോൾ വല്ലപ്പോഴും വെള്ളം കലങ്ങും. ഉപവസിക്കുമ്പോൾ വല്ലപ്പോഴും വെള്ളം കലങ്ങും. എല്ലാ സ്തോത്രം. അതെ, ഞായറാഴ്ചയും ജിസൻ നല്ല പാട്ടുമായി കയറുമ്പോൾ അപ്പം മാത്രം വെള്ളം കലങ്ങും എന്നാരെങ്കിലും പറയുന്നെങ്കിൽ നോവേ, സ്തോത്രം. വല്ലപ്പോഴും കലങ്ങുന്നതല്ല ഈ പരിപാടി. 24 മണിക്കൂറും ഇതിന്റെ വെള്ളം കലങ്ങി കിടക്കുന്നു. ഏത് നേരവും ഏത് വിടുതൽ ദൈവകൃപയാൽ നിന്റെ ഭവനത്തിൽ നടക്കും. എന്റെ പ്രാർത്ഥന ഇതാണ്, കർത്താവേ, ഒരു ബെഥസ്ദ കുളത്തിന്റെ വെള്ളം കലങ്ങിയതുപോലെ ഒരു ബെഥസ്ദ അറ്റ്മോസ്ഫിയർ, ഒരു ബെഥസ്ദ അനുഭവം എല്ലാ വീടുകളിലും വെളിപ്പെടട്ടെ. കാത്തു കിടക്കുന്ന എല്ലാവരും സൗഖ്യമാകട്ടെ. കാത്തിരിപ്പുകൾക്ക് ഒരു അവസാനം വന്നിരിക്കുന്നു. വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ, ഫിനാൻഷ്യൽ വിടുതലുകൾ, ഫിസിക്കൽ വിടുതലുകൾ, ശാരീരികമായ ഏത് അവസ്ഥകൾക്ക്, അതേ വിടുതലുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻ ദ നെയിം ഓഫ് ജീസസ് ആ കാത്തിരിപ്പുകൾ അവസാനിച്ചിരിക്കുന്നു.